ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോണത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് എവിടെയോ പോവാണ്, ഏതൊരു കാട്ടിൽ പോവാണ്. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് കാണുമ്പോൾ അറിയാം നമുക്ക് ഏതാ സ്ഥലം, എന്തൊക്കെ ആയിരിക്കും, എങ്ങനെയായിരിക്കും. കാണുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ചെല്ലുമ്പോൾ കാണാം കേട്ടോ. അപ്പം അവിടെ വരെ എത്തണ വരെ നോക്കി നിന്ന് കഴിഞ്ഞാൽ വീഡിയോക്ക് ലെങ്ത് ഉണ്ടാവില്ല എന്ന് കൂടെയുള്ളവർ പറഞ്ഞു. അപ്പം എൻ്റെ കൂടെയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമുള്ള പുള്ളികൾ തന്നെ. ഒരാൾ എക്സ്ട്രാ ഉണ്ട് കേട്ടോ. ഒരാൾ ഉണ്ണിയുടെയും അനന്തുവിൻ്റെയും കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടി ഉണ്ട്. അതല്ലാതെ വേറെ ആരുമില്ല, ഞങ്ങൾ സ്ഥിരമുള്ളവരൊക്കെ തന്നെയാണ്. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്ടപ്പോൾ ഒരു പറഞ്ഞു ലെങ്ത്ത് കിട്ടൂല എന്നിട്ടാ, അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റിൽ വീഡിയോ തീർന്നു, ഷോർട്ടിനുള്ളത് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മളന്ന് നടക്കണ വഴിക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ആകെ ഒരാൾക്ക് സ്ഥലം അറിയത്തുള്ളൂ. അയാൾ പറഞ്ഞു അയാൾ വിളിച്ച് നമ്മുടെ ആ സമയത്ത് പറയാന്നാട്ടോ പറഞ്ഞങ്ങനെ. നമ്മളവിടെ ചെല്ലുമ്പോൾ അറിയുള്ളൂ. ആളിപ്പോൾ ബാക്കിൽ ഫോണൊക്കെ വിളിച്ച് എന്നിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന കൊച്ച് എത്താനുണ്ട് ബാനോഫിലേക്ക്. അപ്പോൾ ആ കൊച്ചിനെ വിളിച്ച് പ്ലേസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എത്താൻ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. എവിടെ എത്തും എന്തെത്തും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയാട്ടോ ഇതിൻ്റെ അകത്ത്. ബാനോഫ് ആണല്ലോ, റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ കുറെ ആൾക്കാരുകൊണ്ട് എന്റെ വോയിസ് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. നല്ല സൗണ്ട് ഉണ്ട്, നല്ല നോയിസാ. ഞങ്ങളെല്ലാവരും ഒരാളും കൂടെ വരെ ഞങ്ങൾ ജോയിൻ ചെയ്യും. പക്ഷെ ആ കുട്ടീനെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ കുട്ടിയെ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല കേട്ടോ. ഞാൻ പരിചയപ്പെട്ടില്ല, അവരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്കൊക്കെ അറിയാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോണെയാണ്. എങ്ങനെയാണെന്ന് കാണാൻ കൊള്ളാല്ലേ? അല്ല, എനിക്കെന്തോ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്താന്ന് അറിഞ്ഞൂടാ. നമ്മുടെ പ്ലാൻ ടോട്ടലി ചേഞ്ച് ചെയ്തു ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വണ്ടി ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത ആൾ പറഞ്ഞു അന്ന് ഇപ്പം അങ്ങോട്ട് പോകണ്ട, നമുക്ക് വേറൊരു പ്ലേസ് ഉണ്ട് അവിടേക്ക് പോകാന്ന് പറഞ്ഞു. ഏത് കുന്നുമലയാണെന്ന് പറഞ്ഞു. നമുക്ക് എന്നാ കുന്നുമലയെങ്കിൽ കുന്നുമല, കടങ്ങിക്കാട്, എവിടേക്കാണ് നമ്മൾ ഇറങ്ങിയതല്ലേ, പോയിട്ട് വരാം. നമ്മൾ എവിടേക്കാ പോണേ? എന്തോ അതെവിടെയാ? യൂറത്തിലാ. അപ്പൊ നമ്മള് ബാനോഫ് എത്തിക്കഴിഞ്ഞപ്പോ ആള് നമ്മുടെ അടുത്ത് എവിടേക്കാ പോണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കൊച്ചപ്പോ ഫ്യൂർത്തിന്ന് കയറാൻ പോണം. ഫ്യൂർത്തിന്ന് അപ്പൊ അനന്തു ഡോറിന്റെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഡോറിന്റെ ഫ്രണ്ടിൽ പോയിട്ട് കൊച്ചിനെ പിക്ക് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞു. ഞങ്ങള് ഏതാണാവോ കുട്ടി, നമ്മൾ കണ്ടിട്ടില്ല. അനന്തു വണ്ടിയിൽ പുറത്തേക്ക് ഇറങ്ങി. അനന്തുവിന് വണ്ടി കിട്ടുമെന്നാണ് നമുക്ക് സംശയം. വന്നോട്ടോ, നമ്മളെ കുട്ടീനെ പരിചയപ്പെട്ടു. പിന്നെ കുട്ടിക്ക് മലയാളം അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ബസ് വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു 3 മിനിറ്റിൽ ബസ് വരുമായിരിക്കും. എല്ലാവരും അവിടെ നിന്ന് ഇംഗ്ലീഷിൽ ഭയങ്കര വർത്താനമാണ്. നമുക്കതങ്ങോട്ട് വർത്താനം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. വർത്താനം പറഞ്ഞു കേട്ടോ, പറഞ്ഞില്ലെന്നല്ല. വണ്ടി വന്ന് ഗൈസ്. വണ്ടിയെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ വണ്ടി വന്ന് ഗൈസ്, വണ്ടി വന്ന് നമ്മൾ വണ്ടി കയറി പോവാണ്. നമ്മളിനി അവിടെ എത്തും. എന്തോ സോളാർ റിലേറ്റഡ് ഒരു സോളാർ മൗണ്ടൻ എന്നൊക്കെയാണ് നമ്മളത് പറഞ്ഞത്. പ്ലാൻ ചേഞ്ച് ചെയ്തപ്പോൾ പറഞ്ഞു എവിടേക്കാണ് പോണേന്ന്. അപ്പോൾ നമ്മളൊന്ന് സോളാർ മൗണ്ടൻ വരെ പോയിട്ട് വരാം. സോളാർ മൗണ്ടൻ ഇപ്പം നമ്മൾ വണ്ടിയുടെ ബാക്കിൽ പോയി സീറ്റ് പിടിച്ചു. ഞാൻ ആദ്യം കയറിയിരുന്നു. സ്ഥലം എത്താറായപ്പോൾ ഞങ്ങളെല്ലാവരും സീറ്റിൽ നിന്നൊക്കെ എത്തുമെന്ന് വിചാരിച്ചു. അവിടെ എത്തിയിട്ടില്ല, കുറച്ചും കൂടി പോകാണ്ടെന്ന് തോന്നുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ സ്ഥലത്ത് നമ്മൾ ഇറങ്ങും. നടക്കാനുണ്ടെന്നാ പറഞ്ഞ, മല കയറാണ്ടെന്നാ പറഞ്ഞ, എന്താവോ എന്തോ. അപ്പൊ നമ്മള് നടന്ന് എവിടത്തേക്ക് എത്തി. ഇനി നമുക്ക് മലയുടെ മണ്ടയിലേക്ക് പയ്യെ പോവാം. എന്താവോ എന്തോ. എനിക്കാണെങ്കിൽ മല കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ്. നേച്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മല കയറാൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ശ്വാസം മുട്ടു, ഒന്നൊരു പേടി. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു മല കയറാൻ പോയിട്ട് അവിടെ പകുതിക്ക് വെച്ച് ഇരുന്ന് പോയി. അപ്പൊ നമുക്ക് നോക്കാം, ചിലപ്പോ കംപ്ലീറ്റ് ചെയ്യുമായിരിക്കും. നമുക്ക് ഇനി പോണ വഴിക്ക് പയ്യെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ വർത്താനം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കയറാൻ നല്ല രസമായിരിക്കും. നമുക്ക് വർത്താനം പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമുക്ക് കയറി പോണതിൻ്റെ ഒരു ചില സമയത്ത് നമുക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നില്ല ഇങ്ങനെ മലയൊക്കെ കയറുന്നത്. നമുക്ക് അതപ്പോ ഫീൽ ചെയ്യില്ല. ഇപ്പൊ പോണ വഴിയില്ല, ഈ നടന്ന് പോണ ഈ റോഡ് അതിൽ കൂടെ പോകാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ചെറിയ പാത്തുണ്ട്, ഇതിൽ കൂടെയും പോകാൻ പറ്റും. അപ്പൊ ഇവര് ഈ പാത്താണ് ചൂസ് ചെയ്യുന്നത്. നമുക്കിനി ഈ ഭാഗത്ത് പയ്യെ ചവിട്ടി കയറാം. ഒമ്മീ കൊണ്ട് നടപടി ആവണ കേസല്ല. ഞാൻ പയ്യെ നോക്കുന്നുണ്ട്. കയറി എത്തുമായിരിക്കും, ഉറപ്പൊന്നുമില്ല. ഇപ്പോഴേ കയറുമ്പോൾ തന്നെ ശ്വാസം ഭയങ്കരമായിട്ട് ഇങ്ങനെ കയറി ചെല്ലും. നമ്മൾ അതിനനുസരിച്ചുള്ള ഷൂ അല്ല ഇട്ടേക്കുന്നത്. നമുക്ക് മല കയറാൻ പറ്റിയിരുന്നു. നമ്മളൊരു കാടിൽ പോണെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു നോർമൽ ഷൂ ആണ് ഇട്ടത്. ഇതിപ്പോ നടന്നിട്ട് കാലും വേദനിക്കുന്നു. അയ്യോ എന്താ ബുദ്ധിമുട്ട്. അവരൊക്കെ ഓടി മലവണ്ടയിലെത്തി. ഞാൻ മാത്രമാണ് ഇവിടെ കിതച്ചുകൊണ്ടിരിക്കണേ. ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. നമുക്കിനി പയ്യെ കയറാം പറ്റുമായിരിക്കും. ശുഭപ്തി വിശ്വാസം അല്ലേ? ഇതൊക്കെ മലയുടെ മുകളിലെത്തി. ഒരു സ്ഥലത്തെത്തി, മലയുടെ മുകളിലല്ല, ഫസ്റ്റ് പോയിന്റിലത്തോടെ വെയിറ്റ് ചെയ്യാം.
അപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റിലെത്തിട്ടോ. ഇനി അടുത്ത ഇതിലെ സ്റ്റോപ്പിലേക്ക് സെക്കൻഡ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സ്പോട്ടല്ല, ഒരു വെയിറ്റിംഗ് ഏരിയ പോലെ ഓരോരോ കുറച്ച് ദൂരം കഴിയുമ്പോൾ കുറച്ച് മല കയറും കഴിഞ്ഞാൽ തന്നെ ഒരു വെയിറ്റിംഗ് പോയിന്റ്സ് ഉണ്ട്, അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത് ഇനി സെക്കൻഡ് വെയിറ്റിംഗ് പോയിന്റിൽ എത്തിയിട്ട് കാണാം. ഉണ്ണി അവനോടി സ്റ്റെല്ലാമണി അതിന്റെ സൈഡിൽ കൂടെ പോയിട്ടുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. ഇനി ഉണ്ണി അവിടെ ഇൻസ്റ്റാഗ്രാമിനുള്ള വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ റീൽ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള വീഡിയോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഉണ്ണി. കാലൊക്കെ വേദനിച്ചു തുടങ്ങി ഗൈസ്. മലയാളത്തിൽ മല പോലെ ഞാനിങ്ങനെ വേദനിച്ച് കയറിയിട്ടില്ല, പക്ഷെ നല്ല വേദനയുണ്ട് കാല്. അപ്പൊ നമ്മള് സെക്കൻഡ് പോയിന്റിലെത്തി. അയ്യോ യാത്ര എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് ഇത്ര മല കയറിയിട്ട്. നമ്മുടെ ന്യൂ ഫ്രണ്ട് അനന്തുവിന്റെ ഉണ്ണിയുടെയും കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. മലയാളം അറിയില്ല, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കും. കർണാടകക്കാരിയാ, കുറച്ച് അറിയുന്നു. എല്ലാവരും ഇങ്ങനെ സംസാരിച്ചോടെ രണ്ടാമത്തെ മലയാളത്തിൽ എല്ലാവർക്കും ക്ഷീണം പിന്നെ നമുക്ക് ഇരിക്കണല്ലോ കുറച്ചു നേരം. അവിടെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട്. നമ്മളവിടെ നിന്ന് കുറച്ചു വർത്താനം പറഞ്ഞിട്ട് പയ്യെ വർത്താനം പറഞ്ഞ് കയറാന്നുള്ള രീതിയിൽ നിൽക്കണേണ്. നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമില്ല, അവിടെ നിന്ന് തിരിച്ച് കയറി കഴിഞ്ഞപ്പോ മറ്റേ ടോപ്പിലേക്ക് കയറുന്ന സമയത്ത് അത്ര ക്ഷീണമില്ല കേട്ടോ. കുറച്ചുനേരം അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെത്തിട്ടോ. എല്ലാവരും നമ്മൾ കുറേ ഇരിക്കാനൊക്കെ പ്ലേസ് ഉണ്ട്. പിന്നെ സോളാർ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഗൈസ് അവിടെയാണ് കേട്ടോ കുറേ സോളാർ. പിന്നെ കാണിച്ചു തരാമേ. ഇപ്പോൾ കുറച്ച് നേരം എവിടെയും പോയി ഇരിക്കട്ടെ. ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലാവില്ലേ, നല്ല ക്ഷീണമുണ്ട്, കിതക്കാണ് ഇത്ര നടന്നിട്ട്. നല്ല കാറ്റാട്ടോ മൗണ്ടൻ്റെ മുകളിൽ, മുടി വരെ പറക്കണം. എന്ത് രസം. ഇത് കാണാനുള്ളത് നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇരുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു. പക്ഷെ അവിടെ ബാക്കിൽ ലേക്ക് പോകുന്നത് താഴെ കൂടെ, പിന്നെ കുറെ വീടുകൾ മരങ്ങൾ, അടുത്ത് തന്നെ എയർപോർട്ട് എന്ന് തോന്നുന്നു. കാരണം എയർപോർട്ട് ഫ്ലൈറ്റ് ഒക്കെ വന്ന താഴെ കൂടെ പോകണം. പക്ഷെ നിലത്തേ കൂടെ പോകണമെന്ന് ഞാൻ പറയാറുള്ളൂ കേട്ടോ, കുറച്ച് താഴെ കൂടെ പോണത്. കാണാനുള്ളതുണ്ട്, കാണിച്ചു തരാമേ. കണ്ട സൈഡിൽ കൂടെ ഒരു ലേക്ക് പോകുന്നു. അവിടെയൊക്കെ കുറച്ച് ഏരിയാസിലായിട്ട് ഇങ്ങനെ വീടുകളുണ്ട്, ചെറിയ ചെറുത്. പിന്നെ അവിടെ എന്തോ ഇൻഡസ്ട്രി ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നീങ്ങിയിട്ട് ഇങ്ങനെ പെയ്യെ. പക്ഷെ ഭയങ്കര കാറ്റാട്ടോ, കാറ്റ് ഒരു രക്ഷയില്ല. അപ്പൊ ബാക്കിൽ ഫ്രണ്ട്സ് ഉണ്ട്, ബാക്കില് ഞങ്ങളെല്ലാവരോടും ഒരുമിച്ചാ. പക്ഷെ ഞാൻ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുന്നതുകൊണ്ട് കുറച്ചേരം വീഡിയോ ഓഫ് ചെയ്ത് കുറച്ചേരം വർത്താനം പറഞ്ഞിരിക്കട്ടെ അല്ലേ. അവിടെ സൈഡിൽ കൂടെ ഉണ്ണി നമുക്ക് ഇൻസ്റ്റയിലേക്കുള്ള വീഡിയോ എടുക്കണ്ട കേട്ടോ. ഭയങ്കരമായ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ മുകളിലിരുന്ന് കഴിക്കാനായിട്ട്. ലേസ്, പിന്നെ ഇങ്ങനെ റാട്ട്ലർ സാധനങ്ങളൊക്കെ. എങ്ങനെയെങ്കിലും ഈ ഒരു വീഡിയോ എങ്കിലും 6-8 മിനിറ്റ് ആക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ നടക്കുമെന്ന് എനിക്ക് തോന്നല, എനിക്കത്ര കണ്ടന്റുകൾ വരുന്നില്ല സംസാരിക്കാനായിട്ട്. അവർക്ക് എന്തോ കാര്യമായി സംസാരിക്കുന്നു. ഇംഗ്ലീഷ് പിള്ളേരൊക്കെ വേറെ ലെവലാണ്, നമ്മള് മാത്രം ഇപ്പം മലയാളി. വന്നില്ല, നേരെ കുറച്ച് ബിയർ, റാട്ട്ലർ, പിന്നെ ചിപ്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിച്ചൊന്ന് കഴിക്കലും വർത്താനം പറയലൊക്കെയാണ് ഇത്ര നേരം. ഇപ്പം ഞാൻ ഈ വ്യൂ കാണിച്ചു തരാട്ടോ ഇവിടെ നിന്നുള്ളത്. കാണാൻ പറ്റുമെന്ന് എനിക്ക് എത്ര ഇതായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പുഴ, പാടം, പിന്നെന്താ സാധനങ്ങളൊക്കെ കാണാനുള്ളതുണ്ട്. പക്ഷെ അത്ര വാവൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. കുറച്ച് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്തിരിക്കാനായിട്ട്. ഇവിടെ വേറെ സ്ഥലത്ത് അവിടെ താഴെയൊക്കെ കുറച്ച് പിള്ളേരുകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, പിക്നിക്ക് പോലെ വന്നിരിക്കുന്നുണ്ട്. പിന്നെ സൈക്കിളിനൊക്കെ ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് സമാധാനത്തിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു പ്ലേസ് ആയിട്ട്. നമ്മളുടെ മുകളിലൊക്കെ വന്നിട്ട് ഭയങ്കര കാറ്റുവാ. നമുക്ക് മുടിയൊക്കെ കെട്ടി വെച്ചോളൂ, പറന്ന് പോന്നോണ്ടിരിക്കാം. നമുക്കൊരു ഡിസ്റ്റർബൻസ് അല്ല ഇങ്ങനെ മുടി ഇങ്ങനെ പറന്നു. ചിലപ്പോ കുറെ ഉണ്ടാവും, എല്ലാവരും അങ്ങോട്ട് ചിലക്കുണ്ട്. നമുക്ക് കുറച്ചേരെ മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ കൂടെ അമൃതമുള്ളതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷും കുറച്ചും കൂടി ഇത് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചില്ല. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈസ് വാസനൊക്കെ പകരം ഇസ്റ്റ് അതൊക്കെ കയറി വരും, അതാണ് പ്രശ്നം. അല്ലാതെ ജർമ്മൻ അറിയാന്നല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ തലമുടിയൊക്കെ അയച്ചിട്ടു, കാരണം ഫോട്ടോ അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു നിന്നായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തലമുടി കെട്ടി വെച്ചത് ഭയങ്കര ഷോക്കായിരുന്നു ഫോട്ടോ എടുത്തരുന്നത്. അപ്പം മുടിയൊക്കെ അയച്ചിട്ടു. അപ്പോൾ മുടി ഇപ്പോൾ ഭദ്രകാളി കണക്കായി. മുടി കെട്ടി വെച്ചുകൊണ്ട് വീണ്ടും വെച്ചപ്പോൾ ഭദ്രകാളി കണക്കായി.
അങ്ങനെ നമ്മള് മല ഇറങ്ങാണ് ഗൈസ്. മല ഇറങ്ങാൻ എനിക്ക് വേറെ പ്ലാനോ കിടക്കാം. കാരണം മുകളിൽ ഭയങ്കര തണുവെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായതുകൊണ്ട് അതിൻ്റെതായ തണവുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞാനൊന്നും ജാക്കറ്റോ ഒന്നും എടുത്തിട്ടില്ല, ഒരു ഹുഡി പോലും അല്ല ഇട്ടേക്കണേ. അതുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര കാറ്റ്, എന്തെങ്കിലും അസുഖം വരുത്തി വെക്കണേക്കാളും ഭേദമല്ലേ പുറത്ത് വേറെ എവിടെയെങ്കിലും പോണത്. അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് ഇങ്ങനെ മല ഇറങ്ങിക്കൊണ്ടിരിക്കാം. എല്ലാവരും പയ്യെ ഇറങ്ങിക്കൊണ്ടേ. കയറാൻ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു. ഇപ്പം ഇറങ്ങാനായിട്ട് ആർക്കും അങ്ങനെ അത്ര ആവേശമില്ല. ഇറങ്ങാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീഴോന്നുള്ള പേടിയുണ്ട്. നമ്മൾ നോർമൽ വേ അല്ലല്ലോ പോണത്. അവിടെ എത്തി. അവരൊക്കെ ഇതിൻ്റെ കുറുമ്പുകളെ പോലെ എനിക്ക് വീടേണ്ടത് കാണാൻ പറ്റുന്നത്. അവരൊക്കെ അവിടെ എത്തി എനിക്കൊരു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സൂക്ഷിച്ചിറങ്ങിയില്ലല്ലോ, അവരെ പോലെ എനിക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല. എന്നാൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ താഴെ കിടക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് ഒന്നാമത് ഇങ്ങനെ ഹൈറ്റ് വീഡിയോയുള്ള ഒരാളായത് കൊണ്ട് അത്ര പേടിയൊന്നുമല്ല, എന്നാലും ചെറുങ്ങനെ ഒരു വീഡിയോയുള്ളതുകൊണ്ട് അത്ര ധൈര്യമില്ല അത്ര സ്പീഡിൽ ഇറങ്ങാനായിട്ട്. അവരൊക്കെ ഓടിയൊക്കെ ഇറങ്ങുന്നു. ഇപ്പം ആദ്യം ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ അവരൊക്കെ പയ്യെ ഓടിക്കും നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഭയങ്കര സ്പീഡിൽ ഓടി അവർ താഴെ എത്തി. ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ രണ്ടാമത്തെ വെയിറ്റിംഗ് ഏരിയ കഴിഞ്ഞ് ആദ്യത്തിലേക്ക് എത്തുന്നുള്ളൂ. അവരൊക്കെ എത്ര സിമ്പിളായിട്ട് മല ഇറങ്ങുന്നത്. അവരവിടുത്തെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടായാലും എനിക്ക് എത്തിയാൽ മതി. ഞാൻ അവരുടെ അടുത്ത് എത്തി ഗൈസ്. കഷ്ടപ്പെട്ടാണെങ്കിൽ അവരുടെ അടുത്ത് എത്തി. എന്നാലും ഒപ്പിച്ച് എത്താൻ പറ്റും, നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരൊക്കെ ഭയങ്കര സ്പീഡിൽ പോകുന്നു. മല ഇറങ്ങി താഴെ എത്തി. മല ഇറങ്ങുമ്പോൾ അത്ര വലിയ പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ പ്രശ്നം ഉണ്ടായിരുന്നു പയ്യെ നടന്നുകൊണ്ട്. കാരണം അത്ര ഉറപ്പില്ല, എനിക്ക് വീടൊന്നും പേടിയുണ്ടായിരുന്നു അതുകൊണ്ട്. പക്ഷെ മല കയറിയപ്പോൾ നന്നായിട്ട് കയറിച്ചു. ഭയങ്കര ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 10 മിനിറ്റ് ഉണ്ട് ബസ്സിന് വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ബസ് വരുള്ളൂ. അത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ വണ്ടി ഇതൊക്കെ പോകണം കണ്ടിരിക്കാം. അല്ലാതെ പറഞ്ഞാൽ മാറിയിട്ടൊന്നുമില്ല. വണ്ടി, ബസ്, കാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകുന്നത് കണ്ടിരിക്കാം. ബസ്സിൻ്റെ അത് കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ആയി. എന്നിട്ടും ബസ് എടുക്കാനുള്ള സ്റ്റിൽ വെയിറ്റിംഗ്. കുറേ ദിവസമായിട്ട് ആലോചിക്കണം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. എൻ്റെ രീതിയൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടതെന്നേ പറയത്തുള്ളൂ. മലയാളം ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ട് പറയൂ. എൻ്റെ അനിയത്തിയാണെങ്കിൽ അങ്ങനെ പറയൂ. അവൾ തിരുത്താൻ പറഞ്ഞു. ഉയ്യോ, ഇവിടെ ഒരു മൈക്കുള്ളതുകൊണ്ട് ഞാൻ ഇതാന്ന് വിചാരിച്ച്. ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നടന്ന് ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ നേരെ ഇനി തിരിച്ച് ന്യൂറംബർഗ് പോയി ഊബാൻ കയറി ന്യൂറംബർഗ് പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കണം. അവിടെ നിന്ന് എന്തെങ്കിലും ഇതിൽ നിന്ന് വാങ്ങിക്കാം, എന്നിട്ട് വീട്ടിൽ പോയി കഴിക്കാം എന്നുള്ള പ്ലാനിലാണ്. ഇങ്ങനെയൊക്കെ പ്ലാൻ മാറുമെന്ന് പറഞ്ഞുകൂടാ. എനിക്ക് മന്തി കഴിക്കാൻ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ആർക്കും ഇവിടെ താല്പര്യമില്ല. പിന്നെ ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങോട്ട് ഒതുക്കി നമുക്ക് ഇന്ന് വേറെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാക്കി. നിങ്ങൾക്ക് കഴിഞ്ഞത് അവന്മാർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണം. നമ്മൾ പിസ്സ വാങ്ങിച്ചു, ബ്രാഡ് റോസ്റ്റ് വാങ്ങിച്ചു, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ചെന്ന് കഴിക്കാം എന്നുള്ള പ്ലാനിൽ ഇനി നേരെ വീട്ടിൽ പോയി കുക്ക് ചെയ്യുക, കഴിക്കുക. അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ കയറട്ടോ. നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. ബ്രാഡ് റോസ്റ്റ് ഉണ്ട്. നമ്മൾ കുറച്ച് ബ്രാഡ് റോസ്റ്റ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ പിസ്സ വാങ്ങിച്ചു. പിന്നെ നമ്മൾ എയർ ഫ്രയറിൻ്റെ അകത്ത് കുറച്ച് ചിക്കൻ വിങ്സ് വെച്ചിട്ടുണ്ട്, ഫ്രൈസ് വെച്ചിട്ടുണ്ട്. നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഡ് സ്ട്രീറ്റ് ഉണ്ട്, അവിടേക്കൊന്ന് പോവാം. പക്ഷെ അവിടെ നമുക്ക് വീഡിയോസൊന്നും അലോഡല്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം വീഡിയോ എടുക്കുക, അങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കുക, പിന്നെ കുറച്ച് നടക്കുക, കുറച്ച് സ്ഥലങ്ങളൊക്കെ നടക്കുക എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ നടക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. How was your day? It was really nice. I'm glad that I met all of you. This was first time I met you both, and it was really great. And thank you so much for. It was great. And thank you so much for all the efforts you guys put in preparing the dinner and helping me, understand the language and getting me in the conversation. And now we are going to Nuremberg, a nightlife. So yeah, to see. Yeah. So I'm excited. Let's go. Yeah. Okay. നമ്മള് ട്രാമൊക്കെ ഇറങ്ങി നമുക്ക് മനോഹരം കൂടി കിട്ടി. ഇനി നമ്മൾ നേരെ റെഡ് സ്ട്രീറ്റിലേക്ക് പോകണം. അപ്പൊ നമുക്ക് വീഡിയോ അലൗഡ് ആയിരിക്കില്ല എന്ന് തോന്നുന്നു. നമുക്കൊന്ന് റോഡ് ക്രോസ് ചെയ്ത് വീഡിയോ അലൗഡ് അല്ല. അവിടെയൊക്കെ റെഡ് സ്ട്രീറ്റിൽ നോർമലി വീഡിയോ അലൗഡ് അല്ലെന്ന് തോന്നുന്നു. നമുക്കിപ്പോ നോക്കാം. എൻട്രൻസിലേക്ക് എത്തി. ഇനി അത് ക്യാമറയാണ് ഓഫ് ചെയ്തിരിക്കാൻ പോണ്. തല്ലുകൊള്ളാൻ വയ്യ.
നമ്മളിപ്പോൾ റെഡ് സ്ട്രീറ്റ് ഒക്കെ കണ്ടിറങ്ങി കേട്ടോ. റെഡ് സ്ട്രീറ്റ് ഒക്കെ കണ്ടിറങ്ങി തിരക്കുണ്ടായിരുന്നു, പക്ഷെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വീഡിയോ അലൗഡ് ആയിരുന്നില്ല, പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് ആയിരുന്നില്ല. പിന്നെ എന്നാ പിന്നെ എന്തുവാ, പിന്നെ നമ്മള് ഇവിടെ ജമ്മലിൽ ഞാനിവിടെ വന്നിട്ട് എവിടെ പോയാലും മലയാളീസാ. എന്തോ റെഡ് സ്ട്രീറ്റിൽ പോയപ്പോൾ അധികം മലയാളീസ് ഉണ്ടായിരുന്നില്ല, 1-2 പേരുണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ മലയാളീസ് ഒന്നും അതിൽ കൂടെ കാണാനായിട്ടോ വിസിറ്റിംഗ് അങ്ങനൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. എന്നിട്ട് റെഡ് സ്ട്രീറ്റിൽ നിന്നൊക്കെ ഇറങ്ങി, ഞാൻ പറഞ്ഞില്ല ഇറങ്ങിയെന്ന് പറഞ്ഞില്ല. ഇനി നേരെ എവിടെ പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എന്നിട്ട് ഇതുണ്ട്, എന്ത് ടോപ്പ് ഓഫ് ന്യൂറംബർഗ് മുകളിൽ നിന്ന് ന്യൂറംബർഗ് മൊത്തം കാണാൻ പറ്റും. ഒരു കാസിലിന്റെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് നൈറ്റ് വ്യൂ കാണാം എന്ന് പറഞ്ഞിട്ട്, കാരണം അമൃത കണ്ടിട്ടില്ല, അപ്പൊ അമൃതനെ കൊണ്ട് നമ്മൾ കാണാൻ പോണ്. അങ്ങനെ നമ്മള് കാസലിന്റെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ആർട്ട് വർക്കൊക്കെ ഉണ്ട് കേട്ടോ. അയ്യോ സോറി, ഇത് കുറച്ചിങ്ങനെ വീടുകളുമൊക്കെ ചെറിയ ചെറിയ ആർട്ട് വർക്കുകളൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമോ. ഫുൾ നമുക്ക് മലമണ്ടയാണ് ഗൈസ്. നമ്മൾ വൈകുന്നേരം ഒരു മലമണ്ടയിൽ പോയി, ഇന്നും എപ്പോഴും മലമണ്ട കയറിക്കൊണ്ടിരിക്കുന്നു. രാവിലെ വൈകുന്നേരം പോയാൽ ഭയങ്കര തണവായിരുന്നു കേട്ടോ, ഭയങ്കര കാറ്റും തണവൊക്കെയായിരുന്നു. ഇപ്പൊ ചെറിയൊരു തണവ്, പക്ഷെ നല്ല രസമുള്ള തണുപ്പാട്ടോ. പക്ഷെ കാലി വേദനിക്കുന്നുണ്ട് രാവിലെ തുടങ്ങി നടന്നിട്ട്. നമ്മൾ മലമണ്ടയിലെത്തി. നമ്മൾ മൂഞ്ചി ഗൈസ്. എല്ലാ വീട്ടുകാരും ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. കുറച്ച് ലൈറ്റ് ഉള്ളൂ. കൊള്ളാം, കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലൈറ്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.